الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ള അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക കലണ്ടറിൽ ഒരു വർഷം കൂടി വിട പറഞ്ഞ് പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അഥവാ ഹിജറ വർഷം 1446 മുസ്ലിം ലോകം പ്രവേശിച്ചു കഴിഞ്ഞു. ഇത്തരം സന്ദർഭങ്ങളിൽ പുതിയ ഒരു വർഷം കടന്നു വരുമ്പോൾ പലപ്പോഴും ആളുകൾ പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ തിരിച്ചറിവും വിവേകവുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ വർഷങ്ങൾ ആഘോഷിക്കാനുള്ളതല്ല, മറിച്ച് വീണ്ടും വിചാരങ്ങൾക്കാണ് നമ്മെ അത് പ്രേരിപ്പിക്കേണ്ടത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ ആയിരുന്ന സന്ദർഭത്തിൽ
അള്ളാഹു അവന്റെ മലക്കുകളോട് നിർദ്ദേശിച്ചതനുസരിച്ച് അവർ രേഖപ്പെടുത്തിയ ഓരോ ഫിനിഷിംഗ് പോയിന്റ് നമുക്കെല്ലാവർക്കുമുണ്ട്. അഥവാ ഈ ലോകത്തോട് നമ്മൾ വിട പറഞ്ഞു പോകേണ്ട അനിവാര്യമായ ഒരു ദിവസം അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ദിവസം മാത്രമല്ല, സമയവും മണിക്കൂറും മിനിറ്റും സെക്കൻഡും ഒക്കെ നിർണിതമാണ്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ആ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരാളെയും ഒരല്പനേരം പോലും അള്ളാഹു പിന്തിപ്പിക്കുകയില്ല എന്നും ഖുർആൻ നമ്മെ ഉണർത്തിയതാണ്. അപ്പോൾ ഓരോ വർഷവും അല്ല, ഓരോ മാസവും ഓരോ ആഴ്ചയും ഓരോ ദിവസവും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്തോറും അള്ളാഹു നിശ്ചയിച്ച ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അഥവാ നമ്മുടെ ഖബറിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നമുക്ക് ആഘോഷിക്കാനല്ല, മറിച്ച് വീണ്ടും വിചാരത്തിലൂടെ ഖുർആൻ പറഞ്ഞതുപോലെ ഫൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന സന്ദർഭത്തിൽ, തുടർന്നങ്ങോട്ടുള്ള ബർസഖി ജീവിതത്തിൽ, അതിനുശേഷം മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ എന്ത് വക ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും നോക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. തെറ്റുകൾ തിരുത്തി തൗബ ചെയ്തും ഇസ്തിഗ്ഫാർ നടത്തിയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി സംഭവിച്ചു പോയ വീഴ്ചകളെ സംബന്ധിച്ച് കൃത്യമായ ബോധത്തോടുകൂടി തിരിച്ചു നടക്കുവാൻ ശ്രമിക്കുകയും ചെയ്താൽ, ശേഷിക്കുന്ന സമയമത്രയും നന്മകൾ അധികരിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, തീർച്ചയായും നമുക്ക് ആ വിജയത്തിൽ, ജീവിതത്തിൽ വിജയം നേടി സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും ആത്യന്തികമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന നന്മയുടെ അവസരങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഹിജറ വർഷങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, 12 മാസങ്ങളിൽ അവസാനത്തെ മാസവും ഒരു വർഷത്തിന്റെ തുടക്കം കുറിക്കുന്ന മാസവും പവിത്ര മാസങ്ങൾ കൊണ്ടാണ് അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത്. അഥവാ 12ാമത്തെ മാസമായ ഒരു വർഷത്തിന്റെ അവസാനമായ ദുൽഹിജ്ജ മാസം അള്ളാഹു പവിത്രത നൽകിയ മാസമാണ്. അപ്രകാരം തന്നെ ഒരു വർഷത്തിന്റെ 1ാമത്തെ മാസമായ മുഹറ മാസവും അള്ളാഹു പവിത്രതകൾ നൽകി ആദരിച്ച മാസമാണ്. ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച 9ാം അധ്യായം സൂറത്ത് തൗബയിലെ 36ാമത്തെ ആയത്ത് അള്ളാഹു അക്കാര്യം നമുക്ക് അറിയിച്ചു തരികയാണ്. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ. അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ എന്നാൽ 12 മാസങ്ങളാണ്. ഫീ കിതാബില്ലാ, അള്ളാഹുവിന്റെ നിയമത്തിൽ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ ദിവസം മുതൽ അള്ളാഹു സംവിധാനിച്ചത് അങ്ങനെയാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളും ഖുർആൻ അവതരിക്കുന്നതിനും മുമ്പേ തന്നെ എല്ലാവരും 12 മാസങ്ങളായിട്ടാണ് അള്ളാഹു നിശ്ചയിച്ച ഈ പ്രകൃതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ 12 മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറും, 4 അള്ളാഹു ആദരവ് നൽകിയിട്ടുണ്ട്, പവിത്രതകൾ നൽകിയിട്ടുണ്ട്. അതാണ് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ മിൻഹ അർബഅത്തുൻ ഹുറും, 4 ചില സവിശേഷതകളുണ്ട്. ആ 4 മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, 3 മാസങ്ങൾ തുടർച്ചയായും, പിന്നെ റജബ് മാസമാണ് ഇടയിൽ വരുന്ന ആ 4 മാസങ്ങൾ. പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അനിവാര്യമാണ്. ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ആയത്ത് കൂടിയാണിത്. 4 മാസങ്ങൾക്ക് അള്ളാഹു ആദരവ് നൽകിയിട്ടുണ്ട്. ഏതാണ് ആ 4 മാസങ്ങൾ? ഖുർആൻ സൂറത്ത് ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെ നമ്മൾ അരിച്ചു പെറുക്കിയാൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ വളരെ വ്യക്തമായി നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ 4 മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് പറയുമ്പോൾ അവയോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഉണർത്തിയതുപോലെ അതിന്റെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുമ്പോൾ ഒരു ഭാഗം നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. അന്ന് നടക്കുന്ന ഇസ്ലാമിക വിരുദ്ധമായ തിന്മകളെ നമ്മൾ എതിർക്കണം. ദുശഗുണത്തിന്റെ നഹ്സിന്റെ ഒരു വിശ്വാസം ഇസ്ലാമുമായി ബന്ധമില്ലാത്തതാണ്. എന്നാൽ അതിന്റെ പോസിറ്റീവായ ചില തലങ്ങളുണ്ടല്ലോ. ആ മാസങ്ങളോട് നമ്മുടെ സമീപനം എന്തായിരിക്കണം? അള്ളാഹു ആദരിച്ചവയെ നമ്മളും ആദരിക്കേണ്ടതുണ്ട്. അള്ളാഹു പവിത്രത നൽകിയ ഒന്നിന്റെയും പവിത്രതയും ആദരവും നിഷേധിക്കുവാനോ അവയെ ഒന്നിനെയും അനാദരിക്കുവാനോ നമുക്ക് പാടുള്ളതല്ല. അള്ളാഹു പ്രത്യേകം കൽപ്പിക്കാത്ത ഒന്നിനും നമ്മളായി പ്രത്യേകതകൾ കൽപ്പിച്ച്
അതിന് ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തലും തിന്മയാണ്, ഇസ്ലാം അംഗീകരിക്കാത്തതാണ്. അള്ളാഹുവിന്റെ അധികാരങ്ങളിൽ നമ്മൾ കൈകടത്തലാണ്. അള്ളാഹു ആദരിച്ചതിന് നമ്മൾ ആദരിക്കണം. അള്ളാഹു പ്രത്യേകത നൽകാത്ത ഒന്നിന് നമ്മുടേതായ ഒരു പ്രത്യേകത നൽകി ഏതെങ്കിലും ദിവസത്തിനോ സ്ഥലത്തിനോ ഒക്കെ പവിത്രതയും പ്രാധാന്യവും നമ്മൾ കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ അതും മതപരമായി പാടില്ലാത്തതാണ്. പ്രത്യേകമായി ആ മാസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, ആ മാസങ്ങൾ നന്മകൾ അധികരിപ്പിക്കുവാനുള്ള അവസരങ്ങളാണ്. തിന്മകളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുവാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. സദാസമയവും വേണ്ട കാര്യമാണ് എങ്കിലും പരിശുദ്ധ ഖുർആൻ പ്രത്യേകം അക്കാര്യം പറഞ്ഞു. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് തന്നെ ആ ദിവസങ്ങളിൽ, ആ മാസങ്ങളിൽ അന്യായം പ്രവർത്തിക്കരുത്. ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ വിശദീകരിച്ചത്, ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള താബിഈങ്ങൾ വിശദീകരിച്ചത്, ഫിശ്ശുഹൂരി കുല്ലിഹാ, ആ 12 മാസത്തിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു വിലക്കിയ തിന്മകൾ ചെയ്യാതെ അള്ളാഹ് കൽപ്പിച്ച നന്മകൾ കൊണ്ട് നിങ്ങൾ ആ ദിവസങ്ങളെ സമ്പുഷ്ടമാക്കേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞതാണ് ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ആ കാര്യങ്ങളിൽ മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞപ്പോൾ സുമ്മ ഇഖ്തസ്സ മിൻ ദാലിക അർബഅത അശ്ഹുർ, ആ 12 മാസങ്ങളിലും നിങ്ങൾ നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെ പ്രത്യേകമായി ആദരിച്ചു, എടുത്തു പറഞ്ഞു. ഫജഅലഹുന്ന ഹറാമൻ, ആ 4 മാസങ്ങളെ അല്ലാഹു പവിത്രതകൾ നൽകി ആദരിച്ചു. വഅല്ലമ ഹുറുമാതിഹിന്ന, ആ ദിവസങ്ങളിലെ നിഷിദ്ധങ്ങൾക്ക് അല്ലെങ്കിൽ പവിത്രതകൾക്ക് ഗൗരവം നൽകി അല്ലാഹു. വജഅല ദംബ ഫീഹിന്ന അഅളം, അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ മറ്റ് മാസങ്ങളിലും മറ്റ് ദിവസങ്ങളിലും ചെയ്യുന്നത് പോലെയല്ല, അതിന് കുറെ ഗൗരവമുണ്ട്, കടുത്തതായ രീതിയിലാണ് അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുക. വൽ അമല സ്വാലിഹ്, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളും, വൽ അജ്റ അഅളം, അതിനുള്ള പ്രതിഫലവും മഹത്തരമാണ്. അതുകൊണ്ട് തന്നെ പവിത്രമായ ദിവസങ്ങളിൽ പവിത്രമായ സ്ഥലങ്ങളിലേത് എന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു എക്സ്ട്രാ നമ്മുടെ ശ്രദ്ധയും സൂക്ഷ്മതയും ജാഗ്രതയും വേണമെന്നാണ് അതിന്റെ താല്പര്യം. കമാ അന്നൽ മആസി ഫിൽ ബലദിൽ ഹറാം തുളാഅഫ്, വിശുദ്ധമായ നഗരങ്ങളിൽ, നാടുകളിൽ, പ്രദേശങ്ങളിലൊക്കെ വെച്ച് തെറ്റുകൾ ചെയ്താൽ അതിന്റെ പാപത്തിന്റെ ഇരട്ടി അത് കടികട്ടിയായിരിക്കും എന്നതുപോലെ തന്നെ വകദാലിക ശഹ്റുൽ ഹറാം തഗ്ലുദു ഫീഹിൽ ആസാം, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതാണ്. തിന്മകൾ ചെയ്യുമ്പോൾ ഗൗരവം ഏറുന്നു അള്ളാഹു ആദരിച്ച സ്ഥലങ്ങളിലെങ്കിൽ അപ്രകാരം തന്നെയാണ് അള്ളാഹു പവിത്രത നൽകിയ മാസങ്ങളിലും ദിവസങ്ങളിലും തെറ്റുകൾ നമ്മൾ ചെയ്താൽ അത് തഗ്ലുദ്, കുറെ കൂടി ഗൗരവമുള്ള കട്ടിയുള്ള തെറ്റായി വരും. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, മുഹറം മാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ത്യാഗങ്ങളുടെ ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാലും അതിനു മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ ചരിത്രം നമ്മൾ പഠിച്ചാലും ഒക്കെ കാണുവാൻ സാധിക്കും. അതിന് മുഹറം മാസത്തിൽ പ്രത്യേകിച്ചും പടച്ചറബിന്റെ മാർഗത്തിൽ നാടും വീടും ഉപേക്ഷിച്ച് ഹിജറ പോയ ചരിത്രങ്ങൾ മുഹറം മാസത്തിന് പറയാനുണ്ട്. അതിൽ നിന്ന് പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ ചെയ്യാൻ വിശ്വാസികൾ തയ്യാറായപ്പോൾ പടച്ചറബിന്റെ സഹായങ്ങൾ പെയ്തിറങ്ങിയ ഒട്ടേറെ സംഭവങ്ങൾ ഖുർആനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിനെയുമായി കഴിച്ചുകൂട്ടിയ ആ കാലഘട്ടത്തിൽ അവർക്ക് നേരിടേണ്ടി വന്ന വലിയ ധിക്കാരിയായ ഒരു ഭരണാധികാരിയായിരുന്നു ഫിറഔൻ. ഫറോവ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹങ്കാരിയായ, പോക്കിരിയായ ഒരു ഭരണാധികാരി. ക്രൂരമായി അവരിലെ ആൺകുട്ടികളെ അറുകൊല നടത്തിയ കാര്യം ഖുർആൻ പറയുന്നുണ്ട്. കിരാതമായ ഭരണം ഒരിക്കലും നമുക്ക് ഒരു കാലഘട്ടത്തിലെയും ചരിത്രം സമാനമായി പറയുവാൻ കഴിയാത്ത രീതിയിൽ വല്ലാതെ അവരെ പീഡിപ്പിക്കപ്പെട്ട പ്രയാസങ്ങൾ അവർക്ക് നേരെ അഴിച്ചുവിട്ട ഒരു കാലഘട്ടം. അവസാനം പടച്ചറബിന്റെ സഹായം ഇറങ്ങിയത് ഈ മാസത്തിലാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ഇസ്രായേല്യരും മുഅ്മിനീങ്ങളായ ആളുകൾ അവര് ആ കടൽ കടന്ന് മറുകര എത്തിയ ആ രംഗം ഖുർആൻ പലയിടങ്ങളിലും എടുത്തു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ യൗമുൻ നജ്ജല്ലാഹു മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തിയ,
ഫിർഔനിന്റെ എല്ലാത്തരം അക്രമങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും വിശ്വാസി സമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ഒരു ദിവസമാണിത്. ഏത്? മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം ആശൂറ. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമുക്ക് പ്രതീക്ഷ നൽകുന്ന, ഊർജം നൽകുന്ന ഒരു ചരിത്രമാണ് അതിന് പറയാനുള്ളത്. ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും വിശ്വാസത്തോടുകൂടി പടച്ചറബിൽ തവക്കുലാക്കി അള്ളാഹുവിന്റെ അടിമകളായി നമ്മൾ ജീവിക്കുവാൻ തയ്യാറായാൽ ഒരു ഇരുട്ടിന് ശേഷം ഒരു പ്രഭാതം എന്നതുപോലെ, ഒരു കയറ്റത്തിന് ശേഷം ഒരു ഇറക്കം എന്നതുപോലെ പടച്ചറബിന്റെ സഹായവും കരുതലും നമ്മുടെ കൂടെയുണ്ടാകും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അതാണ് നമുക്ക് നൽകുന്ന പാഠം. അതാണ് മുഹറത്തിലെ ആശൂറ നമ്മളോട് പ്രത്യേകമായി അറിയിക്കുന്നത്. പ്രവാചകന്മാരുടെ എല്ലാവരുടെയും ചരിത്രം ഇതുപോലെയാണ് എന്ന് പറഞ്ഞല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനായി, അന്ത്യപ്രവാചകനായി കടന്നു വരുമ്പോൾ മക്കക്കാരുടെ കണ്ണിലുണ്ണിയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്നേഹാദരവുകൾ കൊണ്ട് വീർപ്പുമുട്ടിച്ചു അവർ പ്രവാചകനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് ആ പ്രവാചകന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയും ഉമ്മയും ഇട്ട പേര്, അഥവാ അദ്ദേഹത്തിന്റെ കുടുംബക്കാര് വെച്ചുകൊടുത്ത പേര് മുഹമ്മദ് എന്നതാണ്. അബൂ താലിബിന്റെ, അബ്ദുൽ മുത്തലിബിന്റെ ഒക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ. എന്നാൽ ആ ആളുകൾ അതിലും അപ്പുറത്ത് അൽ അമീൻ, വിശ്വസ്തനായ, സത്യസന്ധനായ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് പ്രവാചകത്വത്തിന്റെ, അള്ളാഹുവിന്റെ മെസ്സേജുകൾ, സന്ദേശങ്ങൾ ആളുകളോട് വിളിച്ചു പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് സഹിക്കാൻ സാധിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുവായി, ഭ്രാന്തനായി, മാരണക്കാരനായി എന്ന് വേണ്ട എന്തെല്ലാം വൃത്തികെട്ട പേരുകളും അതേപോലെ തന്നെ വിശേഷണങ്ങളുമുണ്ടോ അതൊക്കെ ചാർത്തിക്കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആ പ്രവാചകനെ അംഗീകരിച്ച വിശ്വാസികളെയും പീഡിപ്പിച്ച, കഷ്ടപ്പെടുത്തിയ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്രമാത്രം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ആ കഅബയുടെ പരിസരത്ത് ശഅബ് അബീ ത്വാലിബിൽ ഉപരോധിച്ചു നിർത്തി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവർ കാഷ്ടിക്കുന്നത് മൃഗങ്ങളുടെ കാഷ്ടത്തിന് സമാനമായ രീതിയിൽ പച്ചിലയും വെള്ളവും മാത്രം കഴിച്ചുകൊണ്ട് ആഴ്ചകളും മാസങ്ങളും കഴിച്ചുകൂട്ടേണ്ട ത്യാഗത്തിന്റെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ജീവിതത്തിൽ ഉണ്ടായി. വഹയിന്റെ ആദ്യാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ വറഖത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതൻ പറയുന്ന ചില വാക്കുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രമാത്രം ആദരവ് കിട്ടിയ ആ സമൂഹത്തിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന ചില ദുരനുഭവങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഉണർത്തിയപ്പോൾ, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ പടച്ചറബ് തന്നെയാണ് സത്യം. ഇന്നക ലനബിയ്യു ഹാദിഹിൽ ഉമ്മ, ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. ഈ ഉമ്മത്തിലെ പ്രവാചകനാണ് താങ്കൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ സംഭവിച്ച ആ അനുഭവങ്ങൾ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്ന് ആശ്ലേഷിച്ചതും ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ഓതിക്കൊടുത്തതും, അങ്ങനെ ഭയവിഹ്വലനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ അടുക്കൽ ചെന്നതും, ആ ഖദീജ തന്നെ കൂട്ടിക്കൊണ്ടുപോയ ബന്ധുകൂടിയായ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന പണ്ഡിതന്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം ആശ്വസിപ്പിക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. താങ്കൾ ഈ ഉമ്മത്തിലെ ഒരു പ്രവാചകനാണ്. വഇന്ന ഖൗമക സയുകദ്ദിബൂനക വയുഉദൂനക, എന്നാൽ ഇപ്പോൾ താങ്കളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഈ സമൂഹം താങ്കളെ തീർച്ചയായും കളവാക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. താങ്കളെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. വയുഖ്രിജൂനക വയുഖാതിലൂനക, താങ്കളെ അവർ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം വരാനുണ്ട്. താങ്കളോട് അവർ യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്വസിക്കാനായില്ല. പ്രവാചക തിരുമേനി പറഞ്ഞ വാചകം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അവ മുഖ്രിജിയഹും, അവർ എന്നെ പുറത്താക്കുകയോ, എന്നെ ഇത്രമാത്രം ആദരിക്കുന്ന, സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുകയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത മറുപടി, നഅം, അതെ, ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഅത ബിഹി ഇല്ലാ ഊദി, താങ്കളെ പോലെയുള്ള കാര്യങ്ങളുമായി ഏതെല്ലാം വ്യക്തികൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അവർക്കൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പീഡനങ്ങളും മർദ്ദനങ്ങളും കയ്യേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സഹിക്കേണ്ടതുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനായി ആ കാലഘട്ടത്തിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ അങ്ങയെ പിന്തുണച്ച് താങ്കളെ സഹായിച്ച്
കൂടെയുണ്ടാകും എന്ന് പറഞ്ഞ കാര്യം വറഖത്ത് ഇബ്നു നൗഫൽ മുൻ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തതാണ്. ആ പ്രവാചക ചരിത്രത്തിൽ ഹിജറയുടെ പാഠം നമ്മൾ പഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ ചരിത്രം ഒന്നാമതായി നമ്മൾ പഠിച്ച ഈ മാസത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട പുണ്യത്തിന്റെ തോത് നമുക്ക് വർദ്ധിപ്പിക്കുവാൻ പ്രചോദകമാകുന്ന പല സംഗതികളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വിശിഷ്യ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ സ്നേഹിതനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഇസ്ലാമിന് വേണ്ടി പ്രവാചകന് വേണ്ടി ചെയ്ത സേവനത്തിന്റെ ചരിത്രം ഹിജറയുടെ പാഠങ്ങൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും അഭയം തേടുകയാണ്. മക്കയിൽ ആളുകൾ നിൽക്കുവാൻ സമ്മതിക്കാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒട്ടേറെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്ന അവസാന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ അനുവാദപ്രകാരം നാട് വിടുവാൻ മദീനയിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുമ്പോൾ ശത്രുക്കൾ വിവരമറിഞ്ഞ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടിയ ഗുഹയാണ് സൗർ ഗുഹ. മക്കയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെ 2388 അടി ഉയരത്തിൽ ചെങ്കുത്തായൊരു മലമുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒളിച്ചിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ ചരിത്രം അവിടെ തീരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിതാവ് ചുമതലപ്പെടുത്തുകയാണ്. ബുദ്ധിമാനും സമർത്ഥനും ധൈര്യശാലിയുമായ അബ്ദുള്ളയെ പകൽ മുഴുവൻ ശത്രുക്കളെ നിരീക്ഷിച്ച് എന്തെല്ലാം ഗൂഢാലോചനകളും പദ്ധതികളുമാണ് അവർ ആവിഷ്കരിക്കുന്നത് എന്ന് മനസ്സിലാക്കി രാത്രി ആ മലമുകളിലെത്തി കാവൽ നിൽക്കുവാനും വിവരങ്ങൾ അറിയിക്കുവാനും പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തിയത് അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ ആ സഹാബിയെ ആണ് എന്നത്. അതേപോലെ 3-4 ദിവസങ്ങൾ ആ പണി അദ്ദേഹം കൃത്യമായി ചെയ്തത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ കുടുംബത്തോടുള്ള സ്നേഹവും ആ വ്യക്തികളോടുള്ള ആദരവും ഒക്കെയാണ് വിശ്വാസികളുടെ മനസ്സിലുണ്ടാകുന്നത്. എന്നാൽ ഈ സമയത്തും ആ പ്രവാചകന്റെ അനുചരനെയും കുടുംബത്തെയും ലഅനത്ത് ചെയ്യുന്ന മുഹറം മാസത്തിന്റെ 10-ാമത്തെ ദിവസം ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് രക്തം വാർന്നൊലിപ്പിച്ച് വലിയ ഒരു സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ ദിവസമായി ഇത് ആഘോഷിക്കുന്ന ആളുകൾ അഥവാ ഷിയാക്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കറിന്റെ മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി വിശ്വാസികളുടെ മാതാവായ ആയിഷ റളിയല്ലാഹു അൻഹയെയും ലഅനത്ത് ചെയ്യുന്നത് നമ്മൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ തിരിച്ചറിയണം നേരായ പാതയിൽ നിന്നുള്ള വ്യതിചലനങ്ങളുടെ വിവിധങ്ങളായ രൂപങ്ങൾ. ഏതായിരുന്നാലും അങ്ങനെ രാത്രി സമയങ്ങളിൽ ആ കിലോമീറ്ററുകൾ താണ്ടി ഉയർന്നു നിൽക്കുന്ന കുത്തനെയുള്ള മലമുകളിലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാവൽ നിൽക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു നേരം വെളുക്കുമ്പോഴേക്കും തിരിച്ചു വരും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ മൗലയായ അഥവാ വില കൊടുത്ത് മോചിപ്പിച്ച അടിമയായ ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയും ചുമതലപ്പെടുത്തിയ ഇരിക്കുകയാണ്. ആടുകളെയും കൊണ്ട് അദ്ദേഹം പാൽ കറന്നു കൊടുക്കുവാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തും. ആടുകളെ കൊണ്ടുപോകുന്നതിന് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട് എന്നാണ്. അബ്ദുള്ള വന്നത് ആരും അറിയാതിരിക്കാൻ തിരിച്ചു പോരുമ്പോൾ അബ്ദുള്ള വന്ന വഴിയിലെ വല്ല ശേഷിപ്പുകളും അടയാളങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ പുറത്തുകൂടി ആടുകൾ മേഞ്ഞു നടന്നു വരുമ്പോൾ അതേപോലെ തന്നെ ആമിർ ഇബ്നു ഫുഹൈറയുടെ ബോധപൂർവമായ ഇടപെടലുകളിലൂടെ ഒരു കാലടിപ്പാടും അവശേഷിക്കാത്ത രീതിയിൽ സുരക്ഷിതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ആ തൗർ ഗുഹയിൽ ഇരിക്കുവാനുള്ള അവസരം അവരുണ്ടാക്കിയത് ത്യാഗത്തിന്റെ ഒരു ചരിത്രമാണ്. മകൾ അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ തഅതീഹിമാ മിനത് ത്വആം വാപ്പക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വേണ്ട ഭക്ഷണവുമായി ആ സ്ത്രീ ഈ പറഞ്ഞ കയറ്റം കയറി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അവിടെ എത്തുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോ സഹോദരങ്ങളെ, അവർ സഹിച്ച ത്യാഗം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അവർ സഹിച്ച പ്രയാസങ്ങൾ നമുക്ക് പടച്ചറബിന്റെ തൗഫീഖോടുകൂടി ഇവിടെ നിന്ന് നാടുവിടേണ്ട ഹിജറയുടെ ഒരു സാഹചര്യമില്ല, അൽഹംദുലില്ലാ. പക്ഷേ നിത്യപ്രസക്തമായ മറ്റൊരു ഹിജറയെ സംബന്ധിച്ച്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ഇസ്ലാമികമായി ജീവിക്കുവാൻ സൗകര്യപ്പെടാത്ത സാഹചര്യത്തിൽ നാടും വിട്ടും വീടും വിട്ടുപോകുന്ന ഒരു ഹിജറയുണ്ട്. അതല്ലാത്തൊരു ഹിജറ എല്ലാ കാലഘട്ടത്തിലും ഏത് നാട്ടിലും ഏത് സമയത്തും അനിവാര്യമായും വിശ്വാസിയുടെ കൂടെ ഉണ്ടാകേണ്ടുന്ന ഒരു ഹിജറ. അതെന്താണ്? അള്ളാഹു വിലക്കിയ തിന്മകളിൽ നിന്നുള്ള ഹിജറ. ഒരേ നാട്ടിൽ ഒരേ വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ഒരുമിച്ച് താമസിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ് അള്ളാഹ് വിലക്കിയ തിന്മകളിൽ നിന്ന് മാറി നടക്കുവാനുള്ള ആർജവം. തിന്മകളിൽ നിന്ന് ഉള്ള ഹിജറ അതിനുള്ള ഒരു പ്രേരണയും പ്രചോദനവുമാകേണ്ടതുണ്ട്. ഈ ചരിത്ര പാഠങ്ങളൊക്കെ നന്മകൾ അധികരിപ്പിക്കുവാനുള്ള പ്രചോദനം ഈ ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്നത് പോലെ അത്തരം സന്ദർഭങ്ങളിലാണ് പടച്ചറബിന്റെ സഹായം നമുക്ക് ഇറങ്ങി വരുന്നത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും വിശ്വാസികൾക്കാകമാനവും അള്ളാഹുവിന്റെ സഹായം കിട്ടി. ആ മക്കയിലേക്ക് തന്നെ അവരെല്ലാവരും തിരിച്ചു വന്ന് മക്ക വിജയിച്ചടക്കിയ സാഹചര്യമുണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കയറ്റത്തിന് ശേഷമാണ് ഒരു ഇറക്കം. ഒരു പ്രയാസത്തിന്റെ കൂടെയാണ് പല എളുപ്പങ്ങളും അള്ളാഹു സംവിധാനിച്ചത്. അതുകൊണ്ട് സന്തോഷത്തിന്റെ പടച്ചറബ് അനുഗ്രഹിച്ച ആ അനുഗ്രഹത്തിന്റെ ദിവസമാണ് ആശൂറ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ദുഃഖത്തിന്റെയും മാറത്തടിച്ച് വിലപിക്കുകയും അട്ടഹസിക്കുകയും ചെയ്യേണ്ട സങ്കടത്തിന്റെ ദിവസമല്ല, ശകുനത്തിന്റെ സമയമല്ല, മറിച്ച് നന്മകൾ അധികരിപ്പിക്കാൻ ഒരു നന്മയും മുടക്കം വരുത്താതെ ചെയ്യുവാനുള്ള അവസരം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദീനിയായ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അതിലെ നന്മകൾ ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിൽ പ്രത്യേക പുണ്യം എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം മുഹറം മാസത്തിലെ ആശൂറയുടെ നോമ്പും പിന്നീട് ജൂതന്മാരോട് എതിരാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ താസുആ മുഹറം 9 നോമ്പും നമ്മൾ പ്രത്യേകം മനസ്സ് വെച്ച് പുണ്യം നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ട ഒരു ഇബാദത്താണ്, സൽക്കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് വെച്ച് തന്നെ റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് ഒരു നിർബന്ധ രീതിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എടുത്ത നോമ്പായിരുന്നു മുഹറത്തിലെ ഈ നോമ്പ്. പിന്നീട് ജൂതന്മാരുടെ നിയമങ്ങളോടും ആചാരങ്ങളോടും എതിരാവുക എന്ന ഇസ്ലാമിന്റെ നിയമം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ്, ഞാൻ ലഇൻ ബഖീതു ഇലാ ഖാബിൽ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ലഅസൂമന്ന താസിഅ, 9 കൂടി ഞാൻ നോമ്പെടുക്കുമെന്നത്. 10ാമത്തെ ദിവസം അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ജൂതന്മാർ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത് മനസ്സിലാക്കിയപ്പോൾ നഹ്നു അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കടപ്പെട്ടവർ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നോമ്പെടുത്തതാണ്. അവരോട് എതിരാകണമെന്നുള്ള നിയമം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എതിരാകുവാനുള്ളൊരു രീതി അവർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി 9 കൂടി നോമ്പെടുക്കുക എന്നതാണ്. അതുകൊണ്ട് മുഹറം 9 നോമ്പുണ്ട്. സ്വഹീഹ് മുസ്ലിം പോലെയുള്ള ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നതാണ്. 10ാമത്തെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റ് തന്നെ മാതൃക കാണിച്ച തെളിവുകളും നമുക്കുണ്ട്. യുകഫിറു സനതല്ലതി ഖബ്ലഹു, 10ാമത്തെ നോമ്പിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ പൊറുക്കുവാൻ അത് പര്യാപ്തമാണ് എന്ന്. അപ്പൊ പാപങ്ങൾ പൊറുക്കുവാനും നന്മകൾ അധികരിപ്പിക്കുവാനുമുള്ള ഒരു അവസരം എന്നുള്ള നിലയിൽ ആ ദിവസങ്ങളിലെ നോമ്പ് നമ്മൾ പ്രത്യേകം
ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രോഗികളായ ആളുകളോ യാത്രക്കാരായ ആളുകളോ അങ്ങനെ ഇളവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായ നോമ്പല്ലാത്തത് കൊണ്ട് അവരെ പ്രയാസപ്പെടുത്താനല്ല, പക്ഷെ പുണ്യം ചെയ്യുവാനുള്ള ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ നമ്മുടെ കണക്കനുസരിച്ച് ഇൻഷാ അല്ലാഹ് വരുന്ന ചൊവ്വയും ബുധനുമായിരിക്കും മുഹറം 9, 10 എന്നുള്ള ആ നോമ്പുകൾ. അതെല്ലാവരും ഓർത്തുവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് പടച്ചറബിനെ പ്രീതിപ്പെടുത്തി സന്തോഷത്തോടുകൂടി ഈ ലോകത്തോട് വിട പറയാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകളുടെയും രോഗവിവരങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ ഉണ്ടായിരുന്നു. ചില ആളുകളുടെ മരണവാർത്തയും അറിയുവാൻ സാധിച്ചു. നമ്മുടെ ഒരു ആദർശ സഹോദരൻ ഫോർട്ട് കൊച്ചിയിലെ ഷെരീഫ് സാഹിബ് മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ 2-3 ആളുകൾ ഹോസ്പിറ്റലുകളിൽ പ്രയാസങ്ങളായി രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളുമായി കഴിയുന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും പടച്ചറബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.